ഡിസംബർ 2024 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ന്യൂ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഓഫ് കേരള, കേരളത്തിൻ്റെ ഇലക്ട്രൽ ഓഫീസർ ആരാണെന്നാണ്. ഡോക്ടർ രത്തൻ യു കേൽക്കറാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനാണ് കെ ഷാജു. 23rd ഗവർണർ ഓഫ് കേരള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് ഡോക്ടർ രത്തൻ യു കേൽക്കർ. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണാണ് കെ ഷാജു. 23ാമത് ഗവർണർ ഓഫ് കേരളയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് HSAയിലെ എല്ലാ ക്വസ്റ്റ്യൻസും GK പാർട്സ് എല്ലാം, GK പോർഷൻസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുക. 23rd ഗവർണർ ഓഫ് കേരള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, RV അർലേക്കർ എന്നും ചോദിക്കാം. 26th ഗവർണർ ഓഫ് RBI, 26th ഗവർണർ ഓഫ് RBI ആണ് സഞ്ജയ് മൽഹോത്ര. CM ഓഫ് മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫട്നാവിസ്. CM ഓഫ് ജാർഖണ്ഡ് ഹേമന്ത് സോറൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സണാണ് ജസ്റ്റിസ് V സുബ്രഹ്മണ്യൻ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. ഇപ്പോൾ ഫ്രാൻസിൽ നമുക്കറിയാം 2024 3 തവണയാണ് പ്രൈം മിനിസ്റ്ററിനെ മാറ്റിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജാനുവരിയിൽ ഒരെണ്ണം നടന്നിട്ടുണ്ടായിരുന്നു, ജാനുവരി, ജൂൺ, ഡിസംബർ, അങ്ങനെ 3 തവണ മാറിയിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ആളാണ് ഫ്രാൻകോയിസ് ബൈറോക്സ്. അപ്പോൾ ആദ്യം ജാനുവരിയിലും ജൂണിലും ആരാണ് ആയതെന്നൊന്ന് പഠിച്ചു വെച്ചേക്കൂ. ASEAN ബാങ്ക് 11th പ്രസിഡൻറ്റ് മസാട്ടോ കാണ്ട. ASEAN ബാങ്ക് 11th പ്രസിഡൻറ്റ് മസാട്ടോ കാണ്ട. ന്യൂ ഹെഡ് ഓഫ് നാസ ജറേദ് ഇസാക് മാൻ. ന്യൂ ഹെഡ് ഓഫ് നാസ ജറേദ് ഇസാക് മാൻ. 38th നാഷണൽ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. 38th നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡ്. 10th ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഗുവാഹട്ടി. എവിടെയാണ് 10th ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടന്നത്? ഗുവാഹട്ടിയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2013 ഫിഫ വേൾഡ് കപ്പ് എവിടെയായിരുന്നു? എവിടെയാണ് നടക്കാൻ പോകുന്നത്? 2030 ഫിഫ വേൾഡ് കപ്പ് പോർച്ചുഗലിലെ സ്പെയിനിലെ മൊറാക്കോയിലാണ് നടക്കുന്നത് കേട്ടോ. വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് വാസ് ഹെൽഡ് 2024 വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് നടന്നത് തുർക്കിയിലാണ്. 11th വേൾഡ് ആയുർവേദ കോൺഗ്രസ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡ്. 10th വേൾഡ് ആയുർവേദ കോൺഗ്രസ് ഉത്തരാഖണ്ഡ്. അപ്പോൾ 10ാമതാണ് ആയുർവേദ കോൺഗ്രസ്, വേൾഡ് ആയുർവേദ കോൺഗ്രസ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് നടന്നത്. 2030 ഫിഫ വേൾഡ് കപ്പ് എവിടേക്കാണ് നടക്കുന്നത്? പോർച്ചുഗൽ, സ്പെയിൻ, മൊറോക്കോ. മൊറോക്കോ എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു ആഫ്രിക്കൻ രാജ്യമാണ് അല്ലേ. സ്പെയിനും യൂറോപ്പാണ് പോർച്ചുഗലും. 2024 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ്? 2034 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. അതുപോലെ 2025 ഖോഖോ വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അതിൽ ജയിച്ചത് ആരാണ്? ഇന്ത്യ തന്നെയാണ്. 2025 ഖോഖോ വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലാണ്, ജയിച്ചതും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇനിയും കറണ്ട് അഫെയർസ് ഉണ്ട്, ഡിസംബറിൽ തീർന്നിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും ഒന്ന് എഴുതി വെച്ചോളൂ, എന്നിട്ട് പഠിച്ചോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നമുക്ക് കൂടുതലായിട്ട് കറണ്ട് അഫെയർസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ചു വിട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിക്കോളും.